ഇദ്ഫഉ അഫ്വാജൽ ബലാഇ ബിദ്ദുആ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മുസീബാത്തുകളെ, ആഫാത്തുകളെ, അപകടങ്ങളെ, പ്രതിസന്ധികളെ ദുആകൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട് തടയണേ. നിരന്തരമായി കടന്നു വരാറുള്ള ഫിത്നകളെ പ്രാർത്ഥനകൾ കൊണ്ട് തടയണേ എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒന്നുകിൽ ദുഃഖമാണ് അല്ലെങ്കിൽ സന്തോഷമാണ്, അല്ലേ? എല്ലാവർക്കും ജനനം മുതൽ മരണം വരെ സന്തോഷം മാത്രമുള്ള ആളുകൾ ഉണ്ടാവും ലോകത്ത്? ഉണ്ടാവും. അതേപോലെ ജനനം വരെ ദുഃഖം മാത്രം, സന്തോഷം എന്താണെന്നറിയാത്ത ആളുകൾ ഉണ്ടാവോ? ഇല്ല. ഒരു സന്തോഷം, അത് കഴിഞ്ഞാൽ ഒരു ദുഃഖം. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പ്രയാസമുണ്ടായാൽ അതിന്റെ തൊട്ടുടനെ ഒരു സന്തോഷമുണ്ടാകും. ഒരു സന്തോഷമുണ്ടായാൽ അതിന്റെ തൊട്ടുടനെ ഒരു ദുഃഖവും ഉണ്ടാകും. ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം. മാലയുടെ ഒരു വേവ് ലെങ്ത് പോലെ ദുഃഖവും സന്തോഷവും കളിയാടുന്ന, നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് ഒരു മനുഷ്യന്റേത്. അപ്പൊ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിനോട് ഈ അപകടങ്ങളുടെ ശൃംഖലയിൽ നിന്ന്, നിങ്ങളുടെ പ്രയാസപ്പെടുത്തുന്ന ശർറായ ഖലാഇൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥനകൾ കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ തുഅ്ജിസൂന അനിദ്ദുആ. നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥനയിൽ നിന്ന് മാറി നിൽക്കരുത്, അശക്തരാവരുത്. നിങ്ങളൊരിക്കലും ദുആയിൽ നിന്ന് മാറി നിൽക്കരുത്, പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കരുത്. എന്തുകൊണ്ട്? ഫഇന്നഹു, നിശ്ചയം ഒരാളും, ദുആ ചെയ്ത ഒരാളും നശിച്ചു പോയിട്ടില്ല, ദുആ ചെയ്ത ഒരാളും തകർന്നു പോയിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് അശക്തരാവരുത്, അഥവാ പ്രാർത്ഥിക്കാതിരിക്കരുത്, ദുആ ചെയ്യാതിരിക്കരുത്. കാരണം ദുആ ചെയ്യുന്ന ഒരാളും ഒരിക്കലും തകർന്നു പോവൂല, നശിച്ചു പോവൂല, അപകടത്തിലാവൂല എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ലാ തഅജസൂന അനിദ്ദുആ. പ്രാർത്ഥനയെ തൊട്ട് നിങ്ങൾ ഒരിക്കലും അശക്തരാവരുത്, പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കരുത്, പ്രാർത്ഥനയെ നിങ്ങൾ അവഗണിക്കരുത്. കാരണം ദുആ ചെയ്യുന്ന ഒരാളും ഇന്നേ വരെ പരാജയപ്പെട്ട ചരിത്രമില്ല എന്നാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നത്. പിന്നെ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു നല്ലവനാണ്, അല്ലാഹു നല്ലവനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു നല്ലതേ സ്വീകരിക്കുള്ളൂ. അല്ലാഹു നല്ലവനാണ്, അല്ലാഹു നല്ലതേ സ്വീകരിക്കുള്ളൂ. അല്ലാഹു നല്ലവനാണ്, അല്ലാഹു നല്ലതേ സ്വീകരിക്കുള്ളൂ. ثم ذكر الرجل يطيل السفر. പിന്നെ നബി തങ്ങൾ പറഞ്ഞു ഒരു യാത്രക്കാരനായ ഒരാളെ കുറിച്ച്, യാത്രക്കാരനായ ഒരാളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അശ്അസ അഗ്ബറ, മുടി ജടകുത്തിയ ഒരാളാണ് അയാൾ. അഗ്ബറ, അയാളുടെ ശരീരത്തിൽ പൊടി പുരണ്ടിട്ടുണ്ട്. യമുദ്ദു യദൈഹി ഇലസ്സമാ, അയാൾ ആകാശത്തേക്ക് കൈ ഉയർത്തുന്നുണ്ട്, അഥവാ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. എന്താണ് ദുആ ചെയ്യുന്നത്? യാ റബ്ബ്, യാ റബ്ബ്, അല്ലാഹുവേ, അല്ലാഹുവേ എനിക്കത് വേണം റബ്ബേ, എൻ്റെ രോഗത്തിന് ശിഫ നൽകണം. അല്ലാഹുവേ എൻ്റെ കടങ്ങൾ വീട്ടിത്തരണം റബ്ബേ. അല്ലാഹുവേ എന്നെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് യാത്രക്കാരനായ ഒരാൾ, മുടി ജടകുത്തിയ ഒരാൾ, ശരീരത്തിൽ പൊടി പുരണ്ട ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, ഇരു കരങ്ങളും നീട്ടി. വമത്അമുഹു ഹറാം, അവൻ തിന്നുന്നത് ഹറാമാണ്, തിന്നുന്നത് ഹറാമാണ്, ഭക്ഷണം ഹറാമാണ്. അശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്നതും ഹറാമാണ്.
വമൽബസുഹു ഹറാം, അവന്റെ വസ്ത്രവും ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടവനാണവൻ, ഹറാം കൊണ്ട് പുതിയപ്പെട്ടവനാണവൻ. അവന്റെ ഭക്ഷണവും വസ്ത്രവും വീടും പാനീയവും എല്ലാം ഹറാമാണ്. അങ്ങനെയുള്ള ഒരാൾ യാത്രക്കാരനാണ്. അങ്ങനെയുള്ള ഒരാൾ മുടി ജടകുത്തിയവനാണ്, പൊടി പുരണ്ടവനാണ്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? യാത്രക്കാരനായ ഒരാൾ ദുആ ചെയ്യുന്നു എന്ന് പറയാൻ കാരണം എന്താ കാരണം? യാത്രക്കാരനായ ഒരാൾ ദുആ ചെയ്യുന്നു, അയാളുടെ വസ്ത്രം ഹറാമാണ്, അയാളുടെ ഭക്ഷണം ഹറാമാണ്, അയാളുടെ പാനീയം ഹറാമാണ്. ആ യാത്രക്കാരൻ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? അറിയോ? യാത്രക്കാരൻ എന്ന് പറയാൻ കാരണം യാത്രക്കാരന്റെ ദുആഇന് ഇജാബത്തുണ്ടെന്നാ, യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നാ. അപ്പൊ ഒരു യാത്രക്കാരൻ ദുആ ചെയ്താൽ ഉത്തരം കിട്ടണം. പിന്നെ നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, റുബ്ബ അശ്അസ വ അഗ്ബറ, എത്രയെത്ര മുടി ജടകുത്തിയവരാണ്, ശരീരത്തിൽ പൊടി പുരണ്ടവരാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അവരെങ്ങാനും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യും. അഥവാ മുടി ജടകുത്തുക എന്ന് പറയുന്നത് ദുനിയാവിന്റെ ബോധമില്ലാത്ത ആളാണ്. ദുനിയാവിന്റെ ബോധമുള്ള ആൾ മുടിയൊക്കെ ചീകി നല്ല വൃത്തിയാക്കി വെക്കും. ഇവർക്ക് ദുനിയാവിന്റെ ബോധമില്ല, ചിന്ത മുഴുവൻ ആഖിറാണ്. പിന്നെയോ വഅഗ്ബറ, ശരീരത്തിലേക്ക് മണ്ണ് പിടിക്കുന്നവരാരാ, വസ്ത്രത്തിലൊക്കെ ചളി പുരളുന്നവരാരാ, അള്ളാനെ ഓർത്തിട്ട് ആഖിറത്തെ ചിന്തിച്ച് ജീവിക്കുന്ന ആളുകൾ. അവർക്ക് ചളി പുരണ്ടാലെന്ത്, വസ്ത്രം ചുരുണ്ടാലെന്ത്, ഇസ്തിരി ഇട്ടാലെന്ത്, കീറിയാലെന്ത്. ഇവരൊക്കെ ദുആഇന് ഉത്തരം ലഭിക്കേണ്ട ആളുകളാണ്. പക്ഷേ അവരല്ലാഹുവിനോട് ഇരു കരങ്ങളും ഉയർത്തി യാ റബ്ബ്, യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ എന്ന് പറഞ്ഞ് നിരന്തരമായി ദുആ ചെയ്യുന്നുണ്ട്. ഉത്തരം ലഭിക്കാനുള്ള 3 അടയാളങ്ങൾ അയാളിലുണ്ട്. ദുആക്ക് ഉത്തരം കിട്ടാനുള്ള 3 അടയാളങ്ങൾ അയാളിലുണ്ട്. ഒന്ന്, യാത്രക്കാരനാണ്. 2, മുടിയൊക്കെ ജടകുത്തി, അയാളൊരു ദുനിയാവിന്റെ ബോധമില്ലാത്ത ആളാണ്. രണ്ടാമത്തത്, കുപ്പായത്തിലൊക്കെ പൊടി പുരണ്ട് ദുന്യവിയായ ചിന്തയിൽ നിന്ന് മാറിയ ഒരു ജാഹിദായ ഒരു മനുഷ്യനാണ്. പക്ഷേ നബി തങ്ങൾ ചോദിക്കുകയാണ്, ഫഅന്നാ യുസ്തജാബു ലിദാലിക്, എങ്ങനെയാണ് അല്ലാഹു തആല അയാൾക്ക് ഉത്തരം നൽകുന്നത്? ഉത്തരം നൽകാനുള്ള എല്ലാ അടയാളവും അയാളിലുണ്ടെങ്കിലും അല്ലാഹു അയാൾക്ക് ഉത്തരം നൽകാൻ പോകുന്നില്ല. കാരണം അയാളുടെ ഭക്ഷണം ഹറാമാണ്, അയാളുടെ വസ്ത്രം ഹറാമാണ്, അയാളുടെ പാനീയം ഹറാമാണ്. ഇങ്ങനെയുള്ള ഒരാൾ മക്കത്ത് പോയി ദുആ ചെയ്താലും അല്ലാഹു ഉത്തരം നൽകൂല. ഇങ്ങനെയുള്ള ഒരാൾ തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്താലും അല്ലാഹു ഉത്തരം നൽകൂല. ഓർമ്മയില്ലേ മഹാന്മാരായ സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, നബിയെ എപ്പോഴാണ് ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സമയമേതാ? നബിയെ ദുആഇന് ഉത്തരം ലഭിക്കുന്ന സമയമേതാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ജൗഫുൽ ലൈൽ, രാത്രിയുടെ യാമങ്ങളിൽ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. പിന്നെ എപ്പോഴാണ്? ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ, എല്ലാ ഫർള് നിസ്കാരത്തിന്റെ ശേഷവും ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ എല്ലാ തഹജ്ജുദ് നിസ്കാര ശേഷം ദുആ ചെയ്യുന്നവരുണ്ട്. 5 നേരത്തെ ഫർള് നിസ്കാരത്തിന് ശേഷവും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. എന്തേ അല്ലാഹു നമ്മുടെ ദുആഇന് ഉത്തരം തരാത്തത്? എന്തേ അല്ലാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തത്? ആലോചിക്കണ്ടേ? ദുആ ചെയ്യാത്തവരൊന്നും ഇവിടെ ഇല്ലല്ലോ, അല്ലേ? എല്ലാവരും ദുആ ചെയ്യുന്ന ആളല്ലേ? തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ഇരിക്കാറില്ലേ? ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യാറില്ലേ? ഉണ്ട്. പക്ഷെ എന്തേ ഉത്തരം കിട്ടാതെ? നബി തങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാൻ പാടുണ്ടോ? നബി തങ്ങൾ പറഞ്ഞത് നുണയല്ലല്ലോ. നബി തങ്ങൾ പറഞ്ഞത് തെറ്റാൻ പാടില്ല, കളവാകാൻ പാടില്ല. പിന്നെ എന്തുകൊണ്ട് നമ്മൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്, നിസ്കാരശേഷം 5 നേരത്തെ നിസ്കാരശേഷം ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്നാണ് പഠിപ്പിച്ചത്. അതേപോലെ തന്നെ രാത്രിയുടെ യാമങ്ങളിൽ
തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും അള്ളാഹു ഉത്തരം നൽകുമെന്നാ പഠിപ്പിച്ചത്. പിന്നെ എന്തേ നമ്മുടെ ദുആഇന് ഉത്തരം ലഭിക്കാത്തത്? അതിന്റെ കാരണം കണ്ടെത്തണം. എന്നിട്ട് ആ കാരണങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അല്ലേ അതല്ലേ വേണ്ടത്? ഉത്തരം ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്താണ് എന്ന് കണ്ടുപിടിച്ച് ആ കാരണത്തെ ഒഴിവാക്കണം. ക്യാൻസർ വരാനുള്ള കാരണം എന്താണ് എന്ന് കണ്ടുപിടിച്ച് ക്യാൻസറിനെ ഇല്ലായ്മ ചെയ്യണം. ഹൃദയം, നമ്മുടെ കിഡ്നി ഫെയിലാവാനുള്ള കാരണം, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണം എന്താണ് എന്ന് പഠിച്ച് ആ കാരണങ്ങൾ ഇല്ലായ്മ ചെയ്താൽ നമ്മൾ ആരോഗ്യവാന്മാരാകും. മക്കൾ കഞ്ചാവടിക്കുന്നുണ്ട്, ലഹരിയുടെ അടിമയാണ്. എവിടെ നിന്നാണ് ഈ ലഹരി എത്തുന്നത്? അത് സ്രോതസ്, അതിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ച് അതില്ലായ്മ ചെയ്താൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും. സോഴ്സ് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ ദുആഇനെ സ്വീകരിക്കാത്തത്? അപ്പോഴാണ് മറ്റു ഹദീസിൽ പറഞ്ഞത് മത്അമുഹു ഹറാം, നമ്മുടെ വസ്ത്രവും നമ്മുടെ ഭക്ഷണവും നമ്മുടെ പാനീയവും ഹറാമായ കാലത്തോളം മസ്ജിദുൽ ഹറമിലെ പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചു ദുആ ചെയ്താലും അള്ളാഹു നമ്മൾക്ക് ഉത്തരം നൽകൂല. ഉംറക്ക് പോകുന്ന ആളുകളാണ് നമ്മൾ, ഹജ്ജിന് പോകുന്ന ആളുകളാണ് നമ്മൾ. പരിശുദ്ധമായ കഅബയുടെ മുൽത്തസം എന്ന് പറയുന്ന കഅബയുടെ വാതിലിനടുത്തുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ എന്ത് ചോദിച്ചാലും ഉത്തരം നിർബന്ധമാണ്. മുൽത്തസം, കഅബയുടെ സ്വർണവാതിലുണ്ട്, അവിടെ എന്ത് ചോദിച്ചാലും ഉത്തരം നിർബന്ധമാണ്. ഹിജ്ർ ഇസ്മായിലുണ്ട്, അതിന്റെ മുകളിൽ ഒരു സ്വർണ്ണപ്പാത്തിയുണ്ട്, അവിടെ എന്ത് ചോദിച്ചാലും ദുആഇന് ഉത്തരം നിർബന്ധമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം മഖാമു ഇബ്രാഹിം ഉണ്ട്, ദുആഇന് ഉത്തരം ലഭിക്കുന്ന സ്ഥലമാണത്. മർവയുണ്ട്, സഫയുണ്ട്, ദുആക്കുത്തരമുള്ള സ്ഥലമാണത്. മത്വാഫ് ദുആക്കുത്തരമുള്ള സ്ഥലമാണത്. ഹജറുൽ അസ്വദ് ദുആഇന് ഉത്തരമുള്ള സ്ഥലമാണ്. പിന്നെ എന്തേ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം നമ്മൾ തിന്നുന്നത് ഹറാമാണ്. ഒരു പക്ഷേ ഉംറയ്ക്ക് പോയത് പോലും ഹറാമായ സമ്പാദ്യം കൊണ്ടാണ്. നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മുടെ വെളുത്ത തുണിയും അതിൻ്റെ മുകളിലുള്ള 2 വെള്ള തുണികൾ, അത് രണ്ടും ഹറാമായ സമ്പാദ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ച് ആ കഅബയുടെ കില്ല പിടിച്ച് ഖിയാമത്ത് നാൾ വരെ ദുആ ചെയ്താൽ അല്ലാഹു നമ്മൾക്ക് ഉത്തരം നൽകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതേപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ നമ്മോട് പഠിപ്പിച്ചൊരു മഹത്തായ ഹദീസ്. ദുആഇന്റെ മുമ്പ്, പ്രാർത്ഥനയുടെ മുമ്പ് ഒരു നന്മ മുന്നിൽ വെച്ച് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു നന്മ മുന്നിൽ വെച്ച് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന്. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്വദഖ, ദുആ ചെയ്യുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ദുആ ചെയ്യുന്നതിന് മുമ്പ് ആരെയെങ്കിലും ഒന്ന് സഹായിക്കുക, ഒരു നോമ്പെടുക്കുക, ഇങ്ങനെ എന്തെങ്കിലും ഒരു നന്മ ചെയ്തതിന് ശേഷം ദുആ ചെയ്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതിന്റെ ഉദാഹരണമാണ് വലിയ ഒരു പ്രതിസന്ധിയിൽ 3 ആളുകൾ അകപ്പെട്ടു പോയത്. നമ്മളും പ്രതിസന്ധിയിലാണ്, അല്ലേ? നമ്മളൊക്കെ പ്രതിസന്ധിയിലല്ലേ? അല്ലേ? ഒരു പേടിയും പേടിക്കണ്ടെന്ന് നമ്മുടെ മുഖ്യമന്ത്രി നമ്മോട് പറഞ്ഞത്. ഒരു പേടിയും പേടിക്കണ്ട. അല്ലെങ്കിലും സ്ത്രീകളൊക്കെ വെറുതെ പേടിച്ചിട്ട് സമയം കളയണ്ട, ഒരാവശ്യമില്ലാതെ പേടിച്ച് സമയം കളയണ്ട. നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ കൂടെ ആരുണ്ടാവും? എല്ലാവരും ഉണ്ടാവും. നാട്ടിലുള്ള, കേരളത്തിലുള്ള, ഒറ്റയ്ക്കായിട്ട് ആരും പോവില്ല. അതുകൊണ്ട് നിങ്ങൾ ഉപ്പപ്പാൻ്റെ രേഖ ഒന്നും തേടാൻ നിൽക്കണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് ആ വാക്കും പിടിച്ചിട്ട് രേഖകളൊന്നും തേടാൻ പോകണ്ട. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ജീവിക്കുക. സമയം കളയണ്ടെന്ന്, വെറുതെ പേടിച്ചിട്ട് സമയം കളയണ്ടെന്ന്. ഒരു ചുക്ക് സംഭവിക്കൂല, ഒന്നും സംഭവിക്കൂല. നിങ്ങളാരും പേടിക്കണ്ട. ഒരു ചുക്കും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയൂല, പാസ്സായാലും പാസ്സായില്ലേലും. അപ്പം അതുകൊണ്ട് നമ്മളൊരു പ്രതിസന്ധിയുടെ വക്കിലാണ്. ആ ഒരു സന്ദർഭത്തിൽ ഒരു നന്മ മുന്നിൽ വെച്ച് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു തആല നമ്മുടെ ദുആഇനെ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് നബിതങ്ങൾ 3 ആളുകളുടെ കഥകൾ പറഞ്ഞത്? ഗുഹയിലകപ്പെട്ടു പോയ 3 ആളുകൾ.
ഒരു ഗുഹയിലേക്ക് കയറി. ശക്തമായ ഭീമാകാരമായ ഒരു പാറ അവരുടെ ഗുഹയുടെ മുഖം അടച്ചു വെച്ചപ്പോ ഉരുണ്ട് വന്നിട്ട് അവരുടെ ഗുഹാമുഖത്തുള്ള വാതിൽ അടച്ചു വെച്ചു. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ, ശ്വാസം പോലും നേരാവണ്ണം വലിക്കാൻ കഴിയാതെ, ശ്വസിക്കാൻ കഴിയാതെ അവരിങ്ങനെ കഷ്ടപ്പെടുമ്പോഴാണ് മൂന്നാളുകൾ ഇങ്ങനെ ചർച്ച ചെയ്തത്, ഇനി എന്താ വഴി? ആരാരുമില്ലാതെ വിജനമായ ഒരു കാട്ടില്, ആരാരുമില്ലാതെ വിജനമായൊരു സ്ഥലത്ത് ഫോൺ വിളിക്കാനില്ല, ഒച്ച വെച്ചാൽ പോലും പുറത്തേക്ക് ശബ്ദം കേൾക്കൂല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മൂന്നാളുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പൊ നിങ്ങളൊരു ഗുഹയില് ഒരു പ്രളയം വന്നു എന്ന് വിചാരിക്കാം. പെട്ടെന്നൊരു പ്രളയം വന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വന്ന പ്രളയം രാവിലെയാകുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ടെറസ് വരെ എത്തി. നിങ്ങൾ എന്ത് ചെയ്തു? എല്ലാവരും വേഗം ടെറസിൻ്റെ മുകളിൽ പോയി. എത്തി നോക്കുമ്പോൾ നിങ്ങളുടെ നാട് മുഴുവനും മുങ്ങിയിരിക്കുകയാണ്. ഒരാളെ പോലും വിളിക്കാനില്ല, ഫോൺ പോലും കയ്യിലില്ല, എല്ലാം വെള്ളത്തിലായി പോയിട്ടുണ്ട്. അപ്പോൾ രക്ഷപ്പെടാൻ എന്താ വഴി? നിങ്ങൾക്ക് അള്ളാഹുവിന് ഓർമ്മ വരുമോ? ആ സമയത്ത് നിങ്ങൾക്ക് അള്ളാഹുവിന് ഓർമ്മ വരും. അല്ല ആദ്യം ഫോൺ എടുത്തിട്ട് ആരെങ്കിലും വിളിക്കാനാ തോന്നുക? അള്ളാഹുവിന് ഓർമ്മ വരും ആർക്കെങ്കിലും? ആരുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തുള്ള ആളെ വിളിക്കും. ഫോൺ ഉണ്ടെങ്കിൽ ഫോണിൽ വിളിക്കും, ഞങ്ങളിങ്ങനെ പെട്ടിട്ടുണ്ട് വരണേന്ന് പറയും. ഒന്നുമില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ രക്ഷപ്പെടുത്താൻ വേറെ ഒരാളുമില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഈ മൂന്നാളുകൾ പെട്ടത്. ഗുഹയുടെ അകത്താണ്. രക്ഷപ്പെടുത്താൻ ആരുമില്ല. ഒച്ച വെച്ചാൽ പോലും ശബ്ദം പുറത്തെത്തൂല. അപ്പോൾ മൂന്നാളുകൾ പറഞ്ഞു, ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം അതാണ്. ദുആ സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം അതാണ്. എന്താണ് ദുആ സ്വീകരിക്കാനുള്ള മാനദണ്ഡം? നന്മ മുന്നിൽ വെച്ച് അള്ളാഹിനോട് ദുആ ചെയ്യാം. അവർ മൂന്നാളുകൾ തള്ളി നോക്കിയിട്ടുണ്ട്. പാറയെ ശക്തിയായി തള്ളി നോക്കിയിട്ടുണ്ട്. പക്ഷെ പാറ അനങ്ങിയില്ല. പട്ടിണി കിടന്നവർ മരിക്കേണ്ടവരാണവർ. അള്ളാഹു അത്ഭുതങ്ങൾ കാണിക്കുന്നവനാണ്. ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, നിന്റെ വജ്ഹിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നന്മ ചെയ്തിട്ടുണ്ട് റബ്ബേ. അതെൻ്റെ മാതാവിനെ പിതാവിനെ ഞാൻ ബഹുമാനിച്ചതാണ്. അത് നിനക്ക് വേണ്ടി, മാതാവിൻ്റെ അനന്തര സ്വത്തിന് വേണ്ടിയിട്ടല്ല, മാതാവ് മരിക്കുമ്പോൾ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടല്ല. അള്ളാഹുവേ, ഞാൻ എൻ്റെ ഭാര്യയെക്കാളും എൻ്റെ മക്കളെക്കാളും എൻ്റെ മാതാവിനെ ബഹുമാനിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ട്, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ അല്ലാഹുവേ, ഈ പാറയെ നീ ഒന്ന് നീക്കിച്ചരണേ എന്ന് ദുആ ചെയ്തപ്പോൾ അത്ഭുതകരമായി പാറ നീങ്ങുന്നത് അവർക്ക് കാണാനിടയായി. രണ്ടാമത്തെ ഒരാൾ ദുആ ചെയ്തു, അല്ലാഹുവേ, വ്യഭിചരിക്കാൻ ഒരു സുവർണാവസരം ലഭിച്ചു. ആ സമയത്ത് നിന്നെ ഭയന്നിട്ടാണ് ഞാൻ വ്യഭിചരിക്കാതെ മാറി നിന്നത്. നാട്ടുകാരെ പേടിച്ചിട്ടല്ല, നാട്ടുകാരെയോ സദാചാരവാദികളെയോ പേടിച്ചിട്ടല്ല, നിന്നെ ഭയന്നിട്ടാണ് ഞാൻ വ്യഭിചാരത്തിന്റെ അവസരത്തിൽ നിന്ന് വ്യഭിചരിക്കാതെ മാറി നിന്നത്. എങ്കിൽ ഈ നന്മയുടെ ബറക്കത്ത് കൊണ്ട് പാറയെ നീക്കണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല പാറയെ നീക്കി കൊടുക്കുന്നത് ലൈവായി അവർ കാണുകയുണ്ടായി. മൂന്നാമത്തെ ഒരാൾ ദുആ ചെയ്ത്, പടച്ചോനെ, ഞാൻ എൻ്റെ തൊഴിലാളിയോട് മാന്യമായി പെരുമാറിയത്, എൻ്റെ തൊഴിലാളിയോട് ഞാൻ മാന്യമായി പെരുമാറിയത് നിന്റെ വജ്ഹ് ആഗ്രഹിച്ചിട്ടാണെങ്കിൽ അല്ലാഹുവേ, ഈ പാറയെ നീ നീക്കണേ എന്ന് ദുആ ചെയ്തപ്പോ വീണ്ടും പാറ നീങ്ങി. മൂന്നാളുകളും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വളരെ സ്വഹീഹായ ഹദീസിലൂടെ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. മൂന്നാളുകൾ നാവുകൊണ്ട് പാറയെ നീക്കിയത് അവരുടെ ദുആഇന്റെ കരുത്തുകൊണ്ടാണ്. ദുആ കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ നമ്മൾക്ക് കഴിയും. ഒരു ഭരണകൂടത്തെ ഇറക്കാനും കഴിയും, മറ്റൊരു ഭരണകൂടത്തെ കയറ്റാനും കഴിയും. പക്ഷേ നമ്മളിൽ അതുപോലെ ഒരു നന്മയുണ്ടാവണം. അങ്ങനൊരു നന്മ നമ്മളിലുണ്ടോ? അള്ളാഹുവിന് മാത്രം വേണ്ടി ചെയ്ത നന്മ, നാലാളുകൾ കാണാത്ത, ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന അള്ളാഹിൻ്റെ വജ്ഹിന് വേണ്ടി ചെയ്ത നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നെങ്കിലുണ്ടോ? ഒന്നുണ്ടോ? ഒരേ വേണ്ട. ഭാര്യ മക്കളെങ്കിലും, ഭാര്യയും മക്കൾ പോലും അറിയാത്ത, ഇനി അവരറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അള്ളാഹുവിന് വേണ്ടിയാണിത് ഞാൻ ചെയ്യുന്നത് എന്ന ഒരൊറ്റൊരു ചിന്ത, രണ്ടാമതൊരു ചിന്തയില്ല. ഫെയിം, പ്രശസ്തി, പേര്, അംഗീകാരം,
മറ്റൊരാളുടെ സഹായം, സൽപ്പേര്, ഇതൊന്നുമില്ല. അല്ലാഹുവിന് വേണ്ടിയാണ് ഞാനിത് ചെയ്തത് എന്ന് നിങ്ങൾക്കുറപ്പുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മ മുന്നിൽ വെച്ച് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ, നിങ്ങളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ. ഉണ്ടോ അങ്ങനെ ഒരു നന്മ നിങ്ങളുടെ അടുത്തുണ്ടോ? എന്തെങ്കിലും ഉണ്ടാത്ത ഉണ്ടോ? ഇല്ലാന്നുണ്ടെന്നോ? ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പറയാൻ മതിയോ? വല്ല നാട്ടുകാരെ കാണാൻ വേണ്ടി തന്നെ ചെയ്തതാണോ? ദുനിയാവിന് വേണ്ടി തന്നെയാണോ ഇല്ല നമ്മൾ ചെയ്ത്? ആഖിറത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലേ? ഉണ്ടാകും, ഒരുപാട് അമലുകൾ ഉണ്ടാകും ഈ കൂട്ടത്തിൽ. ആ ആളുകളോടൊക്കെ പറയാനുള്ളത്, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ, ആ നന്മ മുന്നിൽ വെച്ച് അള്ളാഹുവേ ഞാനിത് ചെയ്തത് നിനക്ക് വേണ്ടിയാണെങ്കിൽ അള്ളാഹുവേ ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണേ എന്ന് ദുആ ചെയ്യണം. പക്ഷേ അവിടെയും പ്രശ്നങ്ങളുണ്ട്. ആ നന്മ മുന്നിൽ വെച്ച് ദുആ ചെയ്യുമ്പോഴും പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? എന്താണ് ആ പ്രശ്നം? എന്താ പ്രശ്നം? നന്മ മുന്നിൽ വെച്ച് അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോഴൊരു പ്രശ്നമുണ്ട്. എന്താ? അത് നമ്മൾ ധരിച്ച കുപ്പായമാണ്, നമ്മൾ ധരിച്ച വസ്ത്രമാണ്. ഈ വസ്ത്രം ഹറാമിലൂടെ ഉണ്ടായതല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? എൻ്റെ ഈ വസ്ത്രം ഹലാലായ സമ്പാദ്യം കൊണ്ട് ഞാൻ വാങ്ങിച്ചതാണെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എങ്കിൽ നിങ്ങൾക്ക് ദുആ ചെയ്യാം. നിങ്ങൾ തിന്നുന്ന ഭക്ഷണം ഇത് ഹറാമല്ല, ഹലാലാണ്, ഹലാലായ സമ്പാദ്യം കൊണ്ടാണ് ഞാൻ തിന്നുന്നത് എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നിങ്ങൾ കുടിക്കുന്ന പാനീയം, നിങ്ങൾ താമസിക്കുന്ന വീട്, ഇതെല്ലാം ഹറാമല്ല, ഹലാലാണെന്ന് ഉറപ്പുള്ള ആളുകൾ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്ത ഒരു നന്മ മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനയെ, നമ്മുടെ ദുആയിനെ തള്ളിക്കളയൂല. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ദുആ ചെയ്യും. പുഷ്പം പോലെ വളരെ സരളമായ രീതിയിൽ, പ്രയാസങ്ങളില്ലാതെ, നമ്മെ ബാധിക്കാതെ അള്ളാഹു പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. ഹറാമായ വസ്ത്രം ധരിക്കാത്തവർ, ഹറാമായ വീടില്ലാത്തവർ, ഹറാമ് തിന്നാത്തവർ, ഹറാമ് കുടിക്കാത്തവർ, ജീവിതത്തിൽ ചെയ്ത നന്മകൾ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് അള്ളാഹുവേ ഒന്ന് താണുകേണ് വിനയാന്വിതനായി പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണേ അല്ലാഹ്, പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണേ അല്ലാഹ് എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ പാറയെ അള്ളാഹു അത്ഭുതകരമായി മാറ്റിക്കൊടുത്തതുപോലെ നമ്മൾക്കും ലൈവായി അത്ഭുതങ്ങൾ കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയുണ്ടായി. സഅദ് തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. നബിയേ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിന്? ഞാനൊരു ദുആഇന് ഉത്തരം ലഭിക്കുന്ന ഒരാളായി മാറാൻ, എന്ത് ദുആ ചെയ്താലും, എന്ത് പ്രാർത്ഥിച്ചാലും എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരാളായി മാറാൻ നബിയേ നിങ്ങൾ എനിക്ക് ദുആ ചെയ്യണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അത്ഇബ് മത്അമക് തകുൻ മുസ്തജാബദ് ദഅവ, അത്ഇബ് മത്അമക് തകുൻ മുസ്തജാബദ് ദഅവ. സഅദ് എന്നവരെ, നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ സമ്പാദ്യം ഹലാലാക്കിയാൽ, നിങ്ങളുടെ സമ്പാദ്യം ഹലാലാക്കിയാൽ, നിങ്ങൾ തിന്നുന്നതും കുടിക്കുന്നതും ഹലാലാക്കിയാൽ, നിങ്ങൾ ധരിക്കുന്നത് ഹലാലാക്കിയാൽ അല്ലാഹു തആല എന്ത് ചോദിച്ചാലും എന്ത് പ്രാർത്ഥിച്ചാലും ദുആഇന് ഉത്തരമുള്ള ഒരാളാക്കി നിങ്ങളെ മാറ്റുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഇന് ഉത്തരമുള്ള ഒരാളാക്കി എന്നെ മാറ്റണമെന്ന് നബി തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞ മറുപടി, പരിശുദ്ധമായ കഅബയുടെ അടുത്ത് പോയി കില്ല പിടിച്ച് ദുആ ചെയ്യാനല്ല, തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യാനല്ല. അത്ഇബ് മത്അമക, നീ തിന്നുന്നത് ഹലാലാവണം, നീ സമ്പാദിക്കുന്നത് ഹലാലാവണം, നീ ധരിക്കുന്നത് ഹലാലാവണം, നീ കുടിക്കുന്നത് ഹലാലാവണം. ഇങ്ങനെ ഹലാല് സമ്പാദിച്ച്, ഹലാല് തിന്ന്, ഹലാല് ധരിച്ച് അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു ദുആഇന് ഉത്തരം നൽകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്.
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മസലുൽ മുഅ്മിനി കമസലിൻ നഹ്ല, ഒരു സത്യവിശ്വാസിയുടെ ഉദാഹരണം തേനീച്ചയെ പോലെയാണ്. തേനീച്ച എന്നാ തേനീച്ചയുടെ പ്രത്യേകത? ഒരു സത്യവിശ്വാസി എന്ന് പറയുന്നത് തേനീച്ചയെ പോലെയാണ്. എന്താണ് തേനീച്ചയുടെ പ്രത്യേകത? എന്താ തേനീച്ചയുടെ പ്രത്യേകത? തേനീച്ചയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തേനീച്ചയുടെ 2-3 പ്രത്യേകതകൾ പറയൂ. അറിയുന്ന ആളുകളൊക്കെ തേനീച്ചയുടെ 2-3 പ്രത്യേകതകൾ അറിയോ? എന്തെങ്കിലും ഉണ്ടാ? നിങ്ങൾക്ക് തേനീച്ച കണ്ടിട്ടില്ലേ? പിന്നെന്താ ഉണ്ടാത്ത? തേനീച്ചയുടെ 2-3 പ്രത്യേകത പറയും. ആ കുട്ടികളെ മുമ്പിലിരുത്തിയാൽ പറയുന്നു, ഒത്തിരി നല്ല സംസാരത്തിലാണ്, കുഴപ്പമില്ല, ബാക്കി നിന്നിട്ട് സംസാരിച്ചോട്ടെ. പിന്നെ മുമ്പിലിരുന്നാൽ അവർ പറയായിരുന്നു, നിങ്ങൾ മുമ്പിലിരുന്നിട്ടൊന്നും മിണ്ടൊന്നുമില്ല. എന്താണ് പറഞ്ഞോളേ? തേനീച്ചക്ക് ഒരുപാട് പ്രത്യേകത. തേനീച്ച ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറയാം. തേനീച്ച ആരെ ആക്രമിക്കൂല. ആക്രമിക്കോ? തേനീച്ച ആരെ ആക്രമിക്കൂല. പക്ഷെ തേനീച്ചയെ തൊട്ടാ തേനീച്ച വെറുതെ വിടൂല, അല്ലേ? അങ്ങനല്ലേ? തേനീച്ച സ്വന്തമായി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വെറുതെ ഒരാളെ അങ്ങ് വഴിയിൽ പോകുന്ന ആളൊന്നും തേനീച്ച കടിക്കാനും കുത്താനൊന്നും വരില്ല. പക്ഷെ തേനീച്ച തൊടാൻ നിന്ന തേനീച്ച കൂട്ടം കൂട്ടമായിട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ഇന്ന മസലൽ മുഅ്മിനി കമസലിൻ നഹ്ല, തീർച്ചയായും ഒരു മുഅ്മിനിന്റെ ഉദാഹരണം തേനീച്ചയെ പോലെയാണ്. ഒരു മുഅ്മിനിന്റെ ഉദാഹരണം തേനീച്ചയെ പോലെയാണ്. എന്താണ് തേനീച്ചയുടെ പ്രത്യേകത? അകലതു ത്വയ്യിബൻ വവളഅതു ത്വയ്യിബാ, അകലതു ത്വയ്യിബൻ വവളഅതു ത്വയ്യിബാ. തേനീച്ച നല്ലതേ തിന്നാറുള്ളൂ, തേനീച്ച നല്ലതേ പുറപ്പെടുവിക്കാറുള്ളൂ, അല്ലേ? ഈച്ചകൾ കാഷ്ടത്തിലിരിക്കും, ശവങ്ങളിലിരിക്കും, മലിനമായ ദുർഗന്ധമുള്ള സർവ്വ സ്ഥലങ്ങളിലും ഈച്ചകളെ കാണാം. എന്നാൽ തേനീച്ചകളെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയൂല. 2 ഈച്ച തന്നെയാണ്, അല്ലെ? 2 ഈച്ചയാണ്, ഒന്ന് തേനീച്ച, മറ്റത് ഈച്ച. എന്നാൽ ഈച്ച കാഷ്ടത്തിലും ദുർഗന്ധം വമിക്കുന്ന ശവങ്ങളിലും കാണാൻ കഴിയും. എന്നാൽ തേനീച്ചയോ, അതിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുക പുഷ്പങ്ങളിലാണ്, അല്ലെ? പൂവുകളിൽ, പുഷ്പങ്ങളിൽ ഇങ്ങനെ മധു നുകരുന്നുണ്ടാകും തേനീച്ചകൾ. എന്നാൽ ആ തേനീച്ച പൂവ്, അതിൽ നിന്ന് മധു നുകർന്നാൽ നേരെ കൊണ്ടുപോയി കൂട്ടം കൂട്ടമായി മറ്റൊരു സ്ഥലത്ത് തേനിനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഛർദിക്കുന്നത്, അത് പുറപ്പെടുവിക്കുന്നത് തേനിനെയാണ്. അപ്പൊ നല്ലതേ തിന്നുള്ളൂ, നല്ലതേ പുറപ്പെടുവിക്കുള്ളൂ തേനീച്ച. അതുപോലെയാവണം മുഅ്മിനീങ്ങളെ, നമ്മൾ നല്ലതേ തിന്നാൻ പാടുള്ളൂ, നല്ലതേ സമ്പാദിക്കാൻ പാടുള്ളൂ. ഹറാമ് സമ്പാദിക്കാൻ പാടില്ല, ഹറാമ് സമ്പാദിക്കാൻ പാടില്ല. നല്ലതേ സമ്പാദിക്കാൻ പാടുള്ളൂ, ഹലാല് മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ. അതേപോലെ ഹലാലായ മാർഗത്തിലെ നമ്മൾ ചെലവഴിക്കാൻ പാടുള്ളൂ. ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കണം, ഹറാമിൽ ചെലവഴിക്കാൻ പാടില്ല. ഈ ഒരു ഉപമ സത്യവിശ്വാസിയോട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ തേനീച്ചകളെ പോലെയാവണം, നല്ലത് സമ്പാദിക്കണം, നല്ലത് തിന്നണം, നല്ലത് കൊടുക്കണം. നിങ്ങളിൽ നിന്ന് ഒരിക്കലും ദുസ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. തേനീച്ച നല്ലത് പുറപ്പെടുവിക്കുന്നത് പോലെ നിങ്ങളും നല്ല രീതിയിലേ ജനങ്ങളോട് പെരുമാറാൻ പാടുള്ളൂ. നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത്, കാണാൻ ഇഷ്ടമില്ലാത്തത്, അനുഭവിക്കാൻ ഇഷ്ടമില്ലാത്തത് മറ്റൊരാൾ അനുഭവിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് മാന്യമായ സ്വഭാവത്തോടുകൂടെ ജനങ്ങളോട് വളരെ ലളിതമായിട്ട് മാത്രമേ നിങ്ങൾ പെരുമാറാൻ പാടുള്ളൂ. فبما رحمة من الله لنت لهم, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നബിയെ നിങ്ങൾക്ക് അവരോട് മയത്തോടെ പെരുമാറാൻ കഴിഞ്ഞത്, സൗമ്യമായി പെരുമാറാൻ കഴിഞ്ഞത്, സൽ സ്വഭാവത്തോടുകൂടി പെരുമാറാൻ കഴിഞ്ഞത്. വലൗ കൂത ഫല്ലൻ ഗലീലൽ ഖൽബി ലൻഫല്ലൂ മിൻ ഹൗലിക്, നിങ്ങളെങ്ങാനും പരുക്കൻ സ്വഭാവത്തിന്റെ ആളുകളായിരുന്നുവെങ്കിൽ, സംസ്കാരമില്ലാത്ത, സംസ്കാരശൂന്യമായ, തീരെ കൾച്ചറില്ലാത്ത, മാന്യമല്ലാത്ത സ്വഭാവത്തിന്റെ റിജിഡ് ക്യാരക്ടർ, വളരെ പരുക്കമായ സ്വഭാവത്തിന്റെ ഉടമകളായി നിങ്ങൾ മാറിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ അടുത്തു നിന്ന് ജനങ്ങൾ ഓടിപ്പോകുമായിരുന്നു നബിയെ.
നിങ്ങളുടെ അടുത്തേക്ക് ആരും വരുമായിരുന്നില്ല. 23 വർഷം കൊണ്ട് ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഈ പരിശുദ്ധമായ ഇസ്ലാം പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചത് നിങ്ങളുടെ മയത്തോടെയുള്ള സൗമ്യതയോടുകൂടിയുള്ള പെരുമാറ്റമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അക്രമികളായ ത്വായിഫിന്റെ മണലാരുണ്യത്തിലൂടെ കടന്നു ചെല്ലുന്ന സമയത്ത് അക്രമികളായ ഒരു കൂട്ടം ആളുകൾ അള്ളാന്റെ ഹബീബിന്റെ കാലിലേക്ക് നിരന്തരമായി കല്ലെറിഞ്ഞിട്ട് പോലും മഹാന്മാരായ മലക്കുകളോട് പറഞ്ഞത് അവരെ നശിപ്പിക്കാൻ പാടില്ല. അവരെ പർവ്വതങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി ഈ ജനങ്ങളെ അവരുടെ തലയിലേക്ക് പർവ്വതമിട്ട് അവരെ ചതച്ച് കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വേണ്ട, അവര് നശിച്ചാൽ എനിക്കെന്ത് നേട്ടം, അവര് തകർന്നാൽ എനിക്കെന്ത് ലാഭം, അവര് ചത്തുപോയാൽ എനിക്കെന്ത് ഉപകാരം, അവര് നന്നായാൽ അവരാരെങ്കിലും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചാൽ അതല്ലേ എനിക്ക് നല്ലത്. അതുകൊണ്ട് ഒരാളെയും ഉപദ്രവിക്കരുത് എന്ന് ഇങ്ങോട്ട് ശല്യം ചെയ്ത ആളുകളെ അവരെ മാന്യമായ രീതിയിൽ രക്ഷപ്പെടുത്താനാണ് അള്ളാഹുവിന്റെ ഹബീബ് തയ്യാറായത്. അതാണ് റസൂലുള്ളാഹി തങ്ങളോട് അള്ളാഹു പറഞ്ഞത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. നബിയെ, നിങ്ങളുടെ കാരുണ്യത്തിന്റെ സ്വഭാവം കൊണ്ട്, ലളിതമായ മാന്യമായ സൗമ്യമായ സ്വഭാവ പെരുമാറ്റം കൊണ്ടാണ് നബിയെ ജനങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നത്. നിങ്ങളെങ്ങാനും മോശക്കാരനായിരുന്നുവെങ്കിൽ ഒരാളും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മൾ എങ്ങനെ പെരുമാറണം? നമ്മളിൽ നിന്ന് ജനങ്ങൾക്ക് വെറുപ്പുണ്ടാവാൻ പാടില്ല. ബിസിനസ് നടത്തുന്ന ഒരാൾ പല വിഭാഗങ്ങളുമായി, പല മതങ്ങളുമായി, പല ജനങ്ങളുമായി ഇടപാട് നടത്തേണ്ടി വരും. ഒരു ജനങ്ങൾക്ക് പോലും ഒരു മുസ്ലിം എന്ന നിന്റെ പേരിൽ നിന്ന്, ഒരു മുസ്ലിമായ നിന്നിൽ നിന്ന് വെറുപ്പ് തോന്നിക്കുന്ന ഒരു ഇടപാട് നീ നടത്താൻ പാടില്ല. മനസ്സിലായോ? നീ പ്രതിനിധീകരിക്കുന്നത് നിന്റെ കുടുംബത്തെയല്ല, ഒരു മുസ്ലിമിനെയാണ് നീ പ്രതിനിധീകരിക്കുന്നത്. നിന്റെ പേര് മുഹമ്മദ് എന്നാണ്, നിന്റെ പേര് അഹ്മദ് എന്നാണ്, അബ്ദുള്ള എന്നാണ്. നിന്റെ താടിയും നിന്റെ തലപ്പാവും നിന്റെ നിസ്കാരത്തയമ്പും നിന്റെ പേരും പ്രതിനിധീകരിക്കുന്നത് ഈ പരിശുദ്ധമായ ഇസ്ലാം മതത്തെയാണ്. അതുകൊണ്ട് നീ മറ്റൊരാളുമായി സാമ്പത്തികമായ ഇടപാട് നടത്തുമ്പോൾ അവിടെ ഇസ്ലാമിന് പ്രശ്നമുണ്ടാവരുത്. ജനങ്ങൾ നിന്നെയല്ല ചീത്ത പറയുന്നത്, ജനങ്ങൾ ചീത്ത പറയുന്നത് മുസ്ലിമീങ്ങളൊക്കെ അങ്ങനെയാണ്. അങ്ങനെ പറയാം, മുസ്ലിങ്ങളൊക്കെ അങ്ങനെയാണ്, അവരെ വിശ്വസിക്കാൻ കഴിയില്ല. നീ സാമ്പത്തികമായ ഇടപാട് നടത്തുമ്പോഴും കച്ചവടം ചെയ്യുമ്പോഴും ബിസിനസ് ചെയ്യുമ്പോഴും അത് ഏത് മതക്കാരായാലും സംഘടനക്കാരായാലും രാജ്യക്കാരായാലും പാർട്ടികളായാലും അവർക്ക് വെറുപ്പ് തോന്നുന്ന രീതിയിൽ ഒരു വിശ്വാസ വഞ്ചനയുടെ ഒരംശം പോലും, ചതിയുടെ ഒരംശം പോലും, കളവിന്റെ ഒരംശം പോലും നിന്റെ ഭാഗത്തുണ്ടാവരുത്. ആസ് എ മുസ്ലിം, നീ ഒരു മുസ്ലിമായിരിക്കെ അത് നീ ചെയ്താൽ ജനങ്ങൾ ഇസ്ലാമിനെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് നല്ല രീതിയിലേ ജനങ്ങളോട് പെരുമാറാൻ പാടുള്ളൂ. നീ ജനങ്ങളുമായി സംസാരിക്കുമ്പോ നിന്റെ വാക്കുകൾ നീ സൂക്ഷിക്കണം. നല്ലതേ സംസാരിക്കാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കണം എന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കുമ്പോ നല്ലത് സംസാരിക്കുകയാണെങ്കിൽ മാത്രം നീ മിണ്ടിയാൽ മതി. നീ മറ്റുള്ള ഒരാളുമായി ഇങ്ങനെ സംസാരിക്കുകയാണ്, ചാനൽ ചർച്ചകളിൽ, വാഗ്വാദങ്ങളിൽ, സംവാദങ്ങളിൽ, ജനങ്ങളുമായി ഇടപഴകുന്ന പബ്ലിക്കായ സ്ഥലങ്ങളിൽ, ഇനി സ്വകാര്യമായാലും പരസ്യമായാലും നീ ഓർക്കേണ്ടത് ഒന്ന് മാത്രമാണ്. നീ പ്രതിനിധീകരിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ മതത്തെയാണ്. ഈ മതത്തിന് കരിവാരിത്തേക്കുന്ന പോറലുണ്ടാക്കുന്ന ഒന്നുപോലും എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ആരും ചെയ്യരുത്. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, തേനീച്ചയുടെ സ്വഭാവം എന്ന് പറയുന്നത് നല്ലതേ തിന്നുള്ളൂ, നല്ലതേ ജനങ്ങൾക്ക് കൊടുക്കുള്ളൂ. നമ്മളും അതേപോലെ നല്ലതേ സമ്പാദിക്കാൻ പാടുള്ളൂ. ജനങ്ങളോട് പെരുമാറുമ്പോൾ അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും പാടില്ല. ജനങ്ങളെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. നിന്റെ ഇബാദത്തുകൾ കുറഞ്ഞു പോയാലും നിന്റെ അമലുകൾ കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. നീ ഇബാദത്തിന്റെ മേഖലകളിൽ
ആരാധനയുടെ മേഖലകളിൽ ബാക്ക്വേർഡ് ആണെങ്കിലും കുഴപ്പമില്ല, നിന്റെ സ്വഭാവം നീ നന്നാക്കണം, ജനങ്ങളോടുള്ള പെരുമാറ്റം നീ നന്നാക്കണം. കാരണം നിന്റെ നിസ്കാരം കൊണ്ടോ, നിന്റെ തഹജ്ജുദ് കൊണ്ടോ, നിന്റെ ഖുർആൻ കൊണ്ടോ, നിന്റെ സ്വതക്ക കൊണ്ടോ, നിന്റെ തഹജ്ജുദും നിന്റെ ളുഹാ കൊണ്ടോ ഒരാളും ഇവിടെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പോകുന്നില്ല. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചതിനാൽ, നിങ്ങൾ ളുഹാ നിസ്കരിച്ചതിനാൽ, നിങ്ങൾ നോമ്പെടുക്കുന്നതിനാൽ, നിങ്ങൾ കൃത്യമായി പള്ളിക്ക് പോകുന്നതിനാൽ ഒരാളും ഇവിടെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പോകുന്നില്ല. ഇസ്ലാമിനോട് ഇത് കാരണത്താൽ ഒരാൾക്കും മതിപ്പും ആവേശവും തോന്നൂല. ഇസ്ലാമിനോട് ഒരാൾക്കും ഇത് കാരണത്താൽ ഒരു ആകർഷണവും തോന്നൂല. പിന്നെ എപ്പോഴാണ് ആളുകൾക്ക് ഇസ്ലാമിനോട് ആകർഷണം തോന്നുന്നത്, ഇസ്ലാമിനോട് മതിപ്പ് തോന്നുന്നത്, ഇസ്ലാമിന്റെ പ്രതിനിധികളായ മുസ്ലിമീങ്ങളോട് താല്പര്യം തോന്നുന്നത് എപ്പോഴാണ്? നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും അവരുമായിട്ടുള്ള ഇടപാടുകൾ, അവരുമായിട്ടുള്ള ഡീലിങ്ങുകൾ, ജനങ്ങളോട് സംസാരിക്കുന്ന ശൈലി, നീ നടക്കുന്ന ശൈലി, നീ ഭക്ഷണം കഴിക്കുന്ന ശൈലി, നീ ഡ്രൈവ് ചെയ്യുന്ന ശൈലി, നീ പഠിക്കുന്ന ശൈലി, പഠിപ്പിക്കുന്ന ശൈലി, യാത്ര ചെയ്യുന്ന ശൈലി, നിന്റെ ഓരോ നീക്ക് പോക്കുകളും കണ്ടിട്ടാണ് നിന്റെ വസ്ത്രധാരണ, നീ ചിരിക്കുന്നത് എല്ലാം ജനങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്, ജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്.